രാവിലെ നമ്മൾ ഷോപ്പ് തുറക്കാൻ വന്നപ്പോൾ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ആദിക്കുട്ടൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. രാത്രിയിൽ ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വിട്ടേക്കും. അതേപോലെ അവൻ്റെ കലാപരിപാടികളാണ് ഈ ഭിത്തിയിലും കാണുന്നത്. അപ്പോൾ ഇന്നലെ തയ്ച്ച് വെച്ച കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒന്നെടുത്ത് നോക്കിയതാണ്. ബ്ലൗസ്, അതേപോലെ 3XL സൈസിലൊരു ടോപ്പ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ നൈറ്റ് തയ്ച്ചതാണ്. അതേപോലെ ചെറിയൊരു കലങ്കാരിയുടെ ഒരു ഫ്രോക്ക്, കുട്ടി ഫ്രോക്ക്, ഒരു 4 വയസ്സിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇതെല്ലാം ഇനി പ്രൈസൊക്കെ ഇട്ട് വെക്കണം. അപ്പം നമ്മുടെ ഭയ്യ ഇപ്പോൾ വരാൻ സമയമായി. അപ്പം ഇതൊക്കെ നമ്മൾ പുതിയ തയ്ച്ച മോഡൽസാണ് കേട്ടോ. ഇതൊക്കെ അടിപൊളിയാണ്. നല്ല മെറ്റീരിയൽ നമ്മൾ തയ്ച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസാണ് കേട്ടോ. ആ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ വിസ്കോസിൻ്റെ, അതായത് സിൽക്കിനകത്തും ചെയ്തിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതൊക്കെ ഒരുപാട് എൻക്വയറീസൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഡിസൈൻസാണ് ഇതെല്ലാം. അപ്പം നമ്മളിനിയും ഹോൾസെയിലായിട്ടും കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഹോൾസെയിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി പരിപാടികൾ ഒരുപാട് ജോലി കിടക്കുന്നു. ഇതെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ കോലമാണ്. ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണം വീട്ടിലെ പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് ഉറക്കമാണ്. അപ്പോൾ ആദ്യം മാത്രമേ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് ആണ്. നമ്മുടെ ടൈലർ വന്നിട്ട് നമുക്കിപ്പോൾ 2-3 ദിവസമേ ആയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത് തന്നെ സ്റ്റേ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളി സ്റ്റിച്ചിങ് ആണ്, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ഫാഷൻസ് നമ്മൾ ഏത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ 2 പേരെ കൂടെ മിനി നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള പ്ലാനിങ് കൂടെയാണ്. അതേപോലെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ആണ്. ഏത് രീതിയിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് മോഡൽ അയച്ചു തന്നാൽ നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉടനെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം അവന്തിക ഫാഷൻസ് ലേഡീസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിനി യൂട്യൂബിലും നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കും. അപ്പോൾ ഇതിലും നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേര്. അപ്പം നമ്മുടെ ഭയ്യ വരുന്നതിന് മുമ്പേ ഞാനൊരു മെറ്റീരിയൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് ചേരുമെന്നൊക്കെ നോക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ അനാർക്കലിയും ദുപ്പട്ടയും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബൊമ്മയൊക്കെ ഒന്ന് സുന്ദരിയാക്കി വെളിയിലൊക്കെ ഒന്ന് വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ കീഴിൽ തന്നെ നിന്ന് ഓരോ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്കിനി നമ്മുടെ കിച്ചണിലോട്ട് പോകാൻ. പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം ക്ലീൻ ചെയ്ത് തുണിയൊക്കെ കഴുകണം. അങ്ങനെ കുറേ പരിപാടികൾ കിടക്കുന്നു. ഇപ്പം ഏകദേശം ഒരു 8 മണിയായി കാണും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഇനി അകത്തോട്ട് പോകണം. ഇപ്പോൾ 2 പേരും സൂപ്പർ കുരുത്തക്കേടാണ്. അടിപൊളിയാണ് നോക്കാൻ വേണ്ടി. 2ൻ്റെ അടിമാറ്റലാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. പിന്നെ കിച്ചണിൽ വന്ന് കിച്ചണിൽ നമ്മൾ മുട്ടക്കറിയും അതേപോലെ തന്നെ വെള്ളയപ്പം പിന്നെ ചപ്പാത്തി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയ്യയ്ക്കും കൂടെ രാവിലെ കൊടുക്കണം. പിന്നെ ഇവരെ നോക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അതും ഇതും മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ച സമയത്ത് നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കുറേ നേരം പോയിരുന്നു. 6 മണി കഴിഞ്ഞ് നമ്മുടെ ഭയ്യ ജോലിയൊക്കെ കഴിഞ്ഞിപ്പം റൂമിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞതെല്ലാം ചെയ്ത് അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടാതെ ഒരു ചെറിയ ടോപ്പ്, ക്രോപ്പ് ടോപ്പ് അല്ല, ഒരു ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടൈപ്പ് ഒരു ക്രോപ്പ് ടോപ്പ് കൂടെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 അനാർക്കലി ആയിരുന്നു കൊടുത്തത്. നമുക്കൊരു മീഡിയവും ഒരു ലാർജുമാണ് ചെയ്തത്. അത് കഴുത്ത് ഒന്നിന് വി നെക്കും ഒരെണ്ണം റൗണ്ട് നെക്കുമാണ് കൊടുത്തത്. അപ്പോൾ ആദ്യം അവന്തിയോടെ നിന്ന് ഭയങ്കര കളിയാണ്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്ന ചൂനാടാണ്. ചൂനാട് ടൗൺ മസ്ജിദിന് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എവിടാ ഷോപ്പെന്ന്. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത്. നമുക്ക് പ്രോപ്പർ ചൂനാട് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് വീട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വീട്. അപ്പോൾ ഇന്ന് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് നമ്മുടെ തന്നെ ബിൽഡിങ്ങാണ്. പക്ഷേ അവിടെ നമ്മൾ ജിമ്മിനും അതേപോലെ ബാങ്കിനും നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേലത്തെ ബിൽഡിങ്ങിലായിരുന്നു തുടങ്ങാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് നമ്മൾ ഫുള്ള് ഫർണിഷിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചത് താഴേക്കാക്കാമെന്ന്. അപ്പോൾ ഒരു 3-4 മാസത്തിനകത്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് നമ്മുടെ ഷോപ്പ് ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റും ഫ്രണ്ടിൽ ബൊട്ടീക്കുമായിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോൾസെയിൽ കൊടുക്കണമെന്നുമുണ്ട്. അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നിങ്ങൾ പറയുന്ന ഏത് രീതിയിലും നമ്മൾ ചെയ്ത് നമ്മളത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള
പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവന്തിക ഫാഷൻസ് ലേഡീസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതേപോലെ ഈ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ രണ്ടിലും ഞാൻ ഡേ ടു ഡേ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വ്ളോഗും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനാണ് നമുക്ക്. നിങ്ങൾക്കത് ഉറപ്പായിട്ടും പ്രയോജനം തരും. എല്ലാ ഡേയ്സും നമുക്ക് പുതിയ പുതിയ ലോഞ്ചുകളാണുള്ളത്. നാളെ നമുക്ക് പുതിയ ലോഞ്ചുണ്ട്. അപ്പം നാളെ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇനിയുള്ള സമയം 2 കുട്ടികൾ നിൽക്കുന്നു. അവർ രണ്ടുപേരെ മാനേജ് ചെയ്ത് അകത്ത് കൊണ്ടുപോകണം. ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ട്, ജോലികളുണ്ട്. അപ്പോൾ അതെല്ലാം തീർക്കണം. രാത്രിയിൽ വീണ്ടും ഞങ്ങളിവിടെ വരും. വീഡിയോ എഡിറ്റിങ്, വീഡിയോ എടുപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.